ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ലുലു മാളിൽ പോയതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. മെട്രോയിൽ നിന്ന് നേരിട്ട് എൻട്രി ഉണ്ടായിരുന്നു ലുലു മാളിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അതിനകത്തേക്ക് കയറിയത്. പിന്നെ ഇതിൽ നോക്കിയാൽ ലുലു മാളിൻ്റെ മൊത്തത്തിലുള്ള പ്ലാൻ മനസ്സിലാവുമെന്ന് പറഞ്ഞ അവളെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനായിട്ടായിരിക്കും ലുലുവിൽ കയറുന്നത്. പക്ഷേ നമ്മൾ എല്ലാ ഫ്ലോറിലും ഇറങ്ങി അവിടെ മൊത്തം കണ്ടിട്ടായിരിക്കും നമ്മൾ വരുന്നത്. എന്നിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ മേടിക്കും. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വലിയ ഹോബിയാണ്. ഒരാൾക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോകും. എന്നിട്ട് അവളെ മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾ മേടിക്കും. അതൊക്കെ എന്തായാലും പ്രത്യേകതരം ഒരു ഹോബിയാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ ലുലുവിൽ കയറി ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പല പല ഷോപ്പിൽ കയറി ഓരോരുത്തരെയൊക്കെ ഓരോന്നൊക്കെ എടുത്തു. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് നോക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ഫുഡ് വാങ്ങിച്ചിട്ട് പിന്നെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് വൻ പ്ലാനിങ് ആയിരുന്നു. ഫുഡ് എല്ലാവരും വെറൈറ്റി വാങ്ങിക്കണം, എന്നിട്ട് നമുക്കതൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷെ എല്ലാവരും ഒരേ ഒരു ഫുഡ് തന്നെ വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് 2 ആളുകൾ മാത്രമേ ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫുഡ് എടുത്തുള്ളൂ. ബാക്കി എല്ലാവരും ഒരേപോലത്തെ ഫുഡ് തന്നെയാണ് മേടിച്ചത്. പിന്നെ അപ്പുറത്തുള്ള ഗെയിംസ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറച്ച് നേരമൊക്കെ പോയി. ഗെയിം സെക്ഷനൊന്നും നമ്മൾ കയറിയില്ലെങ്കിൽ ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഇതുവരെ ലുലുവിൽ പോയിട്ട് കയറാത്തൊരു സ്ഥലമാണ്. എൻ്റെ കൂടെയുള്ളവർ കുറച്ച് പേര് പുസ്തകമൊക്കെ വായിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കയറി പുസ്തകമൊക്കെ കുറച്ച് നോക്കി ഏതൊക്കെയോ പുസ്തകമൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. ഞാൻ ഈ സെക്ഷനിൽ കയറാറില്ല കേട്ടോ. പിന്നെ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഞാൻ താളിയോലയിൽ എഴുതിയിട്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി. അതുപോലെ തന്നെ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഞാനിങ്ങനെ വായിച്ച് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മെട്രോ ഒക്കെ കയറി തിരിച്ചു പോന്നു. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.